ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായില്ലേ, അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം നമ്മൾ കോളേജിൻ്റെ ഓപ്ഷൻസ് എല്ലാം കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ, പിന്നെ ഇതിനൊക്കെ കുറിച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആദ്യം ഈ വീഡിയോ കാണുക. ഇത് കണ്ടിട്ട് ഡെമോ വീഡിയോ കണ്ടാൽ മതി. അപ് ടു 20 കോളേജസ് വരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ 1 കോളേജ് നെയിം, ഓപ്ഷൻ 2 കോളേജ് നെയിം, ഓപ്ഷൻ 3, ഓപ്ഷൻ 4 ഇങ്ങനെ നമുക്ക് എത്ര കോളേജ് വേണോ അത്ര കോളേജസിൻ്റെ ലിസ്റ്റ് കൊടുക്കാം. 20 കോളേജസിൻ്റെ ലിസ്റ്റ് കൊടുക്കാം. 1 to 20 വരെയുള്ള കോളേജ് ലിസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 1 2 3 4 CET, ഫസ്റ്റ് ഓപ്ഷനിൽ CET, സെക്കൻഡ് RIT, തേർഡ് GEC ആൻഡ് ഫോർത്ത് കോളേജിൽ TKയും കൊടുക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് CET കിട്ടിയെന്ന് വെച്ചോ, പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എനിക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. CETയിൽ തന്നെ എനിക്ക് അഡ്മിഷൻ എടുക്കണം. ഇപ്പോൾ CET അല്ല, നമ്മൾ ഏത് കോളേജ് വെച്ചാലും ഫസ്റ്റ് ഓപ്ഷനിൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിലുള്ള കോളേജ് കിട്ടുവാണെങ്കിൽ നമ്മൾ ആ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കേണ്ടി വരും. ബാക്കിയുള്ള താഴെയുള്ള ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ആയി പോകും ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഈ സെക്കൻഡ് കോളേജ് കിട്ടി. അപ്പോൾ ഇതിന് താഴെയുള്ള ഈ 2 കോളേജും ഇതിന് താഴെയുള്ള എല്ലാ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് CET മാത്രം കാണും. ഇപ്പോൾ എനിക്ക് RIT ഈ കോളേജ് ഓക്കെ ആണെങ്കിൽ ടോക്കൺ ഫീസ് പേ ചെയ്തിട്ട് ഈ CETയുടെ ഓപ്ഷന് ക്യാൻസൽ ചെയ്യണം. ഓക്കെ അല്ലെങ്കിൽ ഫീസ് പേ ചെയ്തിട്ട് അടുത്ത അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യാം. അടുത്ത അലോട്ട്മെൻറ്റ് ആകുമ്പോൾ താഴെയുള്ള എല്ലാ ഓപ്ഷൻസും ഡിലീറ്റായി പോകും. മേളിലുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തുള്ളൂ. സോ നിങ്ങൾ കോളേജ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് ആ കോളേജ് തന്നെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെക്കണം. ബിക്കോസ് ചിലർ റാങ്ക് കുറവാണ്, സോ കിട്ടൂല എന്നോർത്ത് ആ കോളേജ് വെക്കത്തില്ല. ബട്ട് നമുക്ക് 50% മെറിറ്റ് ആണെങ്കിൽ 50% റിസർവേഷൻ ഉണ്ട്, മാനേജ്മെൻറ്റ് സീറ്റൊക്കെ ഉണ്ട്, അപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജാണോ വെക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് ആ കോളേജിൽ തന്നെ ഫസ്റ്റ് ഓപ്ഷനിൽ വെക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് CET കോളേജാണ് വേണ്ടത്, ബട്ട് ഞാൻ ഫസ്റ്റ് ഓപ്ഷനിൽ RIT വെച്ചു, സെക്കൻഡ് ഓപ്ഷനിൽ CET വെച്ചു, തേർഡ് GEC, പിന്നെ ഫോർത്ത് TKയും വെച്ചു. എനിക്ക് ഫസ്റ്റ് ഓപ്ഷന് RIT കിട്ടി, ബട്ട് എനിക്ക് CET ആണ് വേണ്ടത്. എനിക്ക് CET പോകാനാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. സെക്കൻഡ് ഓപ്ഷനിൽ വെച്ചു, ബട്ട് എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ RIT കിട്ടിയെങ്കിൽ നോ വേ എനിക്ക് RITയിൽ തന്നെ അഡ്മിഷൻ എടുക്കണം. വേറെ ഓരോ ഓപ്ഷനും നമുക്ക് കിട്ടത്തില്ല. സോ നിങ്ങൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കോളേജിൽ ഫസ്റ്റ് ഓപ്ഷൻ ആ കോളേജായിട്ട് വെക്കണം. പിന്നെ താഴെയുള്ള ഓപ്ഷൻസിൽ നെക്സ്റ്റ് ഈ കോളേജ് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് വാട്ട് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് കോളേജസൊക്കെ നിങ്ങൾക്ക് വയ്ക്കാം. ആൻഡ് പിന്നെ ആഫ്റ്റർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമുക്ക് പ്രയോറിറ്റീസ് മാത്രം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 2 3 4 5 കോളേജസ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ. എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഫോർത്ത് കോളേജാണ്, പക്ഷേ എനിക്ക് 1 2 3 ഈ ടോപ്പ് 3 കോളേജസിൽ ഇതെങ്കിലും ഒരു കോളേജ് വേണം. അപ്പോൾ ടോക്കൺ ഫീ പേ ചെയ്യണം. പേ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോർത്തിന് താഴെയുള്ള ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ആയി പോവും. ബാലൻസ് ഉള്ളത് 1 2 3 ഈ 3 ഓപ്ഷൻസ് മാത്രമാണ് ബാലൻസ് ഉള്ളത്. ഈ 3 ഓപ്ഷൻസ് നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും, പ്രയോറിറ്റീസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബട്ട് ന്യൂ ആയിട്ട് നമുക്ക് കോളേജസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജ് വേണോ എല്ലാം അപ് ടു 20 കോളേജസ് നമുക്ക് വയ്ക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലാണോ ഇൻട്രസ്റ്റ് ഉള്ളത് ആ കോളേജിൻ്റെ ലിസ്റ്റ് എല്ലാം ഇപ്പം തന്നെ, ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജ് വേണം എല്ലാം തന്നെ ആഡ് ചെയ്യാം. ബിക്കോസ് ആഫ്റ്റർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമുക്ക് ഈ പുതിയ ഓപ്ഷൻസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. പ്രയോറിറ്റീസ് ആണെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് അഡ്മിഷൻ പ്രോസസ്സൊക്കെ ഉള്ളത്. അപ്പോൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കോളേജ്, ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോളേജ് ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുക്കണം. പിന്നെ അതിൻ്റെ താഴെ നെക്സ്റ്റ് കോളേജസൊക്കെ കൊടുക്കാം. ആൻഡ് നമുക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ ആ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കണം. പിന്നെ ലേറ്റർ നമുക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അലോട്ട്മെൻറ്റിൽ തേർഡ് കോളേജാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഞാൻ ഇപ്പോൾ മൊത്തം 10 കോളേജിൻ്റെ ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. അതിൽ തേർഡ് ഓർ ഫോർത്ത് കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫോർത്തിന് താഴെയുള്ള എല്ലാ കോളേജിൻ്റെ ലിസ്റ്റും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. 1 to 3 വരെ കോളേജാണ് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ 1 to 3 വരെ ഉള്ള കോളേജിൻ്റെ
പ്രയോറിറ്റീസ് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ബട്ട് പുതിയ ഓപ്ഷൻസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ അലോട്ട്മെൻറ്റ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന ഡെമോ വീഡിയോ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു. അലോട്ട്മെൻറ്റിൽ കോളേജസ് കിട്ടുന്നത് 3 തിങ്സ് ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് നമ്മളുടെ റാങ്ക് ബേസ് ചെയ്തിട്ടാണ്. പിന്നെ സെക്കൻഡ് വൺ നമ്മളുടെ കാറ്റഗറി, റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് നോക്കും. പിന്നെ തേർഡ് വൺ നമ്മളുടെ ഓപ്ഷൻസ് പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും.